അപ്പോൾ അതെനിക്കിവിടെ 3 ഇങ്ങനത്തെ തേങ്ങ ഇട്ടിട്ടുണ്ട്. ഇങ്ങനത്തെ തേങ്ങ പറഞ്ഞാൽ ഇത് ഇളനീനാണ് കേട്ടോ. എനിക്ക് ഇളനീൻ കട്ട് ചെയ്യണ മാതിരി കട്ട് ചെയ്യാൻ കഴിയാത്തത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ പിന്നെ തേങ്ങ പൊളിക്കണ സംഭവമല്ലേ ഇമ്മ പൊളിച്ചെടുത്തതാണ്. അപ്പോൾ അതെൻ്റെ ഐശ്വര്യമോളുണ്ട് കേട്ടോ കൂടെ, ഓളാണിട്ടത് കാട്ടി തരുന്നത്. അപ്പോൾ ഞാൻ ഇങ്ങനെ ശരിക്കും ഇളനീൻ ഇങ്ങനെ പൊളിച്ചെടുക്കാൻ ഭയങ്കര പണിയാണ് കേട്ടോ. അങ്ങനെ പൊളിക്കാൻ കഴിയൂല. എൻ്റെ വല്യമ്മ എനിക്ക് പറഞ്ഞത് ഒരു ഓർമ്മ ഉണ്ട്, ഇളനീനാണെങ്കിൽ ഇത് കുലുങ്ങൂല എന്നുള്ളത്. അപ്പോൾ ഇത് സംഭവം ഇളനീൻ തന്നെയാണ് കേട്ടോ, അത് കുലുങ്ങണില്ല. അപ്പോൾ അത് 3 ഇവിടെ വെക്ക്. അപ്പോൾ ഇതാ എൻ്റെ നാത്തൂൻ്റെ വീട്ടിൽ, ഹസ്ബൻഡിൻ്റെ പെങ്ങളെ വീട്ടിൽ ഒരു തെങ്ങ് മുറിച്ചിരുന്നു കേട്ടോ. അപ്പോൾ അതിന്മേന്ന് കിട്ടിയതാണ്. അപ്പോൾ എനിക്ക് 3 എണ്ണം കിട്ടിയിരിക്കണേ. അപ്പോൾ അത് ഞങ്ങൾ പൊളിച്ചുകൊണ്ട് ജ്യൂസ് ഉണ്ടാക്കാൻ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ ഈ തേങ്ങ വെട്ടത്തി കൊണ്ട് ഇങ്ങനെ മുറിച്ചെടുക്കുകയാണ് കേട്ടോ. ഇളനീനായതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ചതയാണ് കേട്ടോ, ശരിക്കും പൊട്ടിപ്പോരുന്നില്ല. അപ്പോൾ ഇത് ഇളനീന്മന്നൊക്കെ വിട്ടിക്കണം കേട്ടോ, തേങ്ങയായി മാറിയിരിക്കണേ. എന്നാലും നമുക്ക് ജ്യൂസ് അടിച്ചെടുക്കട്ടോ. അത്രക്കണ്ട് എന്നാലും കുറേയൊക്കെ തേങ്ങ ആയിക്കണേ. ഞാൻ അടുത്ത് പൊട്ടിച്ച് നോക്കട്ടെ എന്താ മട്ടൻ നോക്കട്ടെ നമുക്ക്. അതും ഇതേപോലെ തന്നെയാണ്, പൊട്ടണില്ല. ഇത് ചതീന സൗണ്ട് പോലെ കേൾക്കണം കേട്ടോ. ഇതിന് നല്ലപോലെ വെള്ളം വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ എങ്ങനെയുണ്ട് നോക്കുക. അപ്പോൾ ഇത് ഏകദേശം അതേപോലെ തന്നെയാണ് കേട്ടോ, അതേപോലെയാണ്. ഇനി അടുത്തത് എന്താ നോക്കട്ടെ നമുക്ക്. അടുത്തത് എങ്ങനെയുണ്ട്. ഇത് പെട്ടെന്ന് പൊട്ടിട്ടോ. പൊട്ടണില്ലല്ലോ, ചിരട്ട ഇങ്ങനെ ചതയാണല്ലോ. ഞാൻ പൊട്ടിക്കുമ്പോഴേ കണ്ടില്ലേ, ചിരട്ട ഇങ്ങനെ ചതഞ്ഞ് പോരുകയാണ്. തോന്നുന്നത് ശരിക്കും ഇളനീനാണെന്നാണ് തോന്നുന്നത് കേട്ടോ. അതുകൊണ്ടാണ് എനിക്ക് തേങ്ങ പൊട്ടിക്കണതും പൊളിക്കണതൊക്കെ ഭയങ്കര ഇടങ്ങാറുള്ള കാര്യമാണല്ലോ. അപ്പോൾ എല്ലാം ഏകദേശം ഒരേമാരുണ്ട്. എന്നിട്ട് നമുക്ക് ഇതുകൊണ്ട് ജ്യൂസ് അടിച്ചെടുക്കട്ടോ. അപ്പോൾ അത് ഇത്ര വെള്ളമാണ് കേട്ടോ കിട്ടിയിരിക്കണത്. ശരിക്കും ഇത് ഇളനീന്മേന്നാണ് വിട്ട്, തേങ്ങ ആയിട്ടുമില്ല, ഇളനീന്മേന്ന് വിടും ചെയ്തിരിക്കണം. ആ ഒരു പരിവായി ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. എന്നാലും ഇതുകൊണ്ട് നമുക്ക് ജ്യൂസ് അടിക്കട്ടോ, അല്ലാതെ വെറുതെ കളയാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇത് ഈ ഇളനീൻ പോലത്തെ തേങ്ങ പോലത്തത് ഞാനിതാ ഫ്രോക്ക് വെച്ചങ്ങാണ്ട് അടർത്തി എടുക്കണ്ട ഇതിൽ നിന്ന്. അങ്ങനെ എല്ലാം അടർത്തി എടുക്കുകയാണ്. ഒന്ന് ഓഫായിക്കണേ. അപ്പോൾ ഇതാ എല്ലാം ഇങ്ങനെ ഓരോന്നിങ്ങനെ അടർത്തിയെടുക്കണം കേട്ടോ. അല്ലാതെ കിട്ടണമെന്നില്ല, എന്നാലും കുഴപ്പമില്ലാത്ത രീതിയിൽ എന്നെ അപേക്ഷിച്ചും കൊണ്ട് കിട്ടണുണ്ട് കേട്ടോ. ഭയങ്കര ഇടങ്ങാറാണ് ഇതിങ്ങനെയൊക്കെ എടുക്കാൻ കേട്ടോ. ഒരു പ്രാവശ്യം ഇങ്ങനെ എടുത്തപ്പോഴേ എൻ്റെ കൈ ഇങ്ങനത്തെ ഈ ചിരട്ടൻ്റെ ഈ ഒരു കൂർപ്പില്ലേ അതിന് പോയി തട്ടിയിട്ട് ഭയങ്കര ഒരു മുറിയായിരുന്നു കേട്ടോ. അതിനുശേഷം ഇങ്ങനത്തൊക്കെ എനിക്ക് പേടിയാണ് കേട്ടോ. ഇത് അതിലേറെ ഹാർഡുള്ളതാണിത്. അപ്പോൾ ഇത് കിട്ടുമെന്ന് നോക്കാം നമുക്ക് കേട്ടോ. ഇതും അതേപോലെ തന്നെയാണ്, വലിയൊരു പ്രയാസമില്ലാതെയൊക്കെ കിട്ടുന്നുണ്ട് കേട്ടോ. നമ്മളെ കൊട്ടത്തേങ്ങ അങ്ങനെ കൊട്ടയച്ചില്ലേ, അതേക്കെ വഴിയാണ് കിട്ടുന്നത് കേട്ടോ. ഇത് ഫോർക്കില്ലെങ്കിൽ ഇപ്പോൾ ഇത് എന്തുകൊണ്ടാണ് ഈ കര എടുക്കാവല്ലേ, കത്തി വെച്ചിട്ട് ഈ കരല എടുക്കുക. എനിക്ക് കിട്ടിയത് ഈ ഫോർക്കാണ്. ഇതുപോലെ അടർന്നാണ് പോന്നിട്ടോ, ചിരട്ടിയിൽ നിന്ന് നല്ല ഭംഗിയിൽ പോയി നിൽക്കണം കേട്ടോ. അതാ ജ്യൂസ് അടിക്കാൻ പറ്റിയ പരിവൊക്കെ തന്നെയാണ് തോന്നുന്നത് കണ്ടിട്ട്. ഇതേപോലെ എപ്പോഴെങ്കിലൊക്കെ നമുക്ക് കിട്ടുമ്പോഴല്ലേ നമ്മൾ ജ്യൂസ് അടിക്കുള്ളൂ. നമുക്ക് ഇളനീൻ എപ്പോഴും കിട്ടില്ലല്ലോ. പിന്നെ ഇവിടെ തേങ്ങ ഇടുമ്പം 2 ഇളനീൻ കേട്ടോ, കരിക്കൊക്കെ പറയില്ലേ, അങ്ങനത്തെ സംഭവം ഇടിപ്പിച്ചു കേട്ടോ. എന്നിട്ട് അതിൻ്റെ വെള്ളം കുടിക്കും. അതിൻ്റെ ഉള്ളിൽ തീരെ നേർത്ത കയമ്പേക്കാരുണ്ടാവും കേട്ടോ, അല്ലാതെ ഇതുപോലെ കട്ടില്ല കയമ്പല്ല. അപ്പം അത് അപ്പം തന്നെ സ്പൂണോട് ഇങ്ങനെ കോരി തിന്നുങ്ങാണ്ട് അങ്ങനെ ഒഴിവാക്കലാണ്. പിന്നെ എനിക്ക് ഇളനീൻ ഇങ്ങനെ കട്ട് ചെയ്യാൻ വയ്ക്കാത്തതുകൊണ്ട്
ആ തേങ്ങ ആളെ കയ്യിൽ തന്നെ ഉണ്ടാവും, നല്ല മൂർച്ചെല്ലാം കത്തിട്ടോ. അപ്പോൾ ഞാൻ അയാളെ കൊണ്ട് തന്നെ ഇങ്ങനെ ആക്കിച്ചലാണ്, അല്ലാതെ എന്നെ കൊണ്ട് വയ്ക്കൂല. അപ്പോൾ ഇതാ ഞാൻ ഈ 4 ചിരട്ടയും ഇതേപോലെ ആക്കി വെച്ചിരിക്കണം കേട്ടോ. അപ്പം 4ന്നും ഞാൻ ഇതേപോലെ അതിൻ്റെ ഉള്ളിലത്തെ തേങ്ങ ഫുള്ളെടുത്തിക്കണേ. അപ്പം ഞാൻ ഈ തേങ്ങ അല്ല ഇളനീർ പോലത്തെ തേങ്ങയും കുറച്ച് വെള്ളമല്ലേ ഇളനീർ വെള്ളം, അതിൽ പകുതി ഐശുവിൻ്റെ താത്തി കൂടി കുടിച്ച് തീർത്തിക്കണം കേട്ടോ. ഇനിയിപ്പോൾ എത്ര ഉള്ളു ഇപ്പോൾ അതിലുള്ളത്, എന്നാലും അഡ്ജസ്റ്റ് ചെയ്തിട്ട് അടിക്കാണ്. അതെന്താണെന്നറിയോ, ഇളനീർ വെള്ളം കണ്ടു കഴിഞ്ഞാൽ എനിക്കൊരു പൂതിയാണ്, പിന്നെ അങ്ങനെ നമ്മൾ കൊടുക്കാതൊക്കെ. അപ്പോൾ ഇളനീരൊക്കെ ഞാൻ അതേപോലെ ചെറുതായിട്ട് ഇങ്ങനെ മിക്സിയിൽ അടിക്കാൻ പറ്റിയ പാകത്തിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതേപോലെ 2 ഏലക്കായ എടുത്തിട്ടുണ്ട്. ഒരു പാക്കറ്റ് പാല്, ആവശ്യത്തിന് പാല് ഞാൻ ഒഴിക്കും. പിന്നെ അതാ പഞ്ചസാര അധികമൊന്നും വേണ്ട, കുറച്ച് മതി. ഇളനീർ വെള്ളത്തിനും മധുരമാണ്, തേങ്ങക്കൊക്കെ മധുരമാണ് കേട്ടോ. ഇളനീരിൻ്റെ സംഭവത്തിനൊക്കെ മധുരമാണ്. അപ്പം നമ്മളെ പാകത്തിന് കുറച്ചിട്ടാൽ മതി കേട്ടോ. അപ്പോൾ അത് ഇളനീര് ഞാൻ മിക്സിക്ക് ഇട്ട് കൊടുക്കുകയാണ്, ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇട്ടെടുത്ത് ഈ ഇളനീർ വെള്ളം ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ്. ഫുള്ളായിട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഈ 2 ഏലക്കായ അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇന്നത്തെ പഞ്ചസാര ഞാൻ ആവശ്യത്തിന് കുറച്ച് ചേർക്കണുള്ളൂ, കുറച്ച് പഞ്ചസാര ചേർക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ അടുത്ത് മിൽമ പാലാണില്ല കേട്ടോ. അപ്പോൾ കുറച്ച് നേരം തണുപ്പിച്ച പാലാണ്, അതും ഞാൻ അതിലേക്ക് ചേർക്കുകയാണ്. മുഴുവനായിട്ടൊന്നും ചേർക്കണില്ല കേട്ടോ, കുറച്ച് ചേർക്കണുള്ളൂ. ഇനി അത് നല്ലപോലെ മിക്സിയിലിട്ട് അടിച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് ഒരു പ്രാവശ്യം ഇങ്ങനെ അരച്ചപ്പോൾ നല്ല ടൈറ്റിലാണ് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാനിനി പാലിനില്ല, പിന്നെ ഇളനീർ തന്നെ ഒരു പാലല്ലേ, അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ അത് ഞാനിതൊരു അരിപ്പയിലേക്ക് അരിച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നല്ല തിക്കുണ്ട് കേട്ടോ, നല്ല തിക്കിലാണ് കുടിക്കുക എഴുതിട്ടോ. ഇനി അതിലേക്ക് വെള്ളമൊന്നും ഒഴിക്കണില്ല. ഈ മിക്സിൻ്റെ ജാറില്ലേ, അതിലേക്ക് വേണമെങ്കിൽ ഒന്ന് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ചയറ്റി പാരും കേട്ടോ. നല്ലപോലെ അരിച്ചെടുക്കട്ടോ. അരിപ്പൻ്റെ ഒരു ഉണ്ടാട്ടോ, എന്താ ഈ ഞാൻ ഏലക്കായ കെട്ടാറില്ല, അപ്പം അതിൻ്റെ സംഭവങ്ങളൊക്കെ ഉണ്ടാവത്തില്ല. അപ്പോൾ അത് മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഞാൻ അതും കൂടി ഇങ്ങനെ മിക്സി ക്ലീൻ ആക്കിയതിലേക്ക് ഒഴിക്കുകയാണ് കേട്ടോ. അതുപോലെ ഇങ്ങനെ ഒഴിച്ചെടുക്കുകയാണ്. അപ്പോൾ നമ്മളെ ജ്യൂസ് ഇവിടെ റെഡി ആയിക്കണം കേട്ടോ. നമ്മളെ ജ്യൂസ് ഇവിടെ റെഡി ആയിക്കണേ. നമുക്കിതൊരു ഗ്ലാസ്സിലേക്ക് പാർന്നിട്ട് കുടിക്കട്ടോ. പാകത്തെ മധുരമൊക്കെ ഉണ്ട്. അപ്പോൾ ഞാനതൊരു ഗ്ലാസ്സിലേക്ക് ഒഴിക്കുകയാണ് കേട്ടോ. എനിക്കും ഇവിടെ എല്ലാം മക്കൾക്കും കൂടി കുടിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഒഴിക്കണത്. 3 ഗ്ലാസ് ഒഴിക്കുന്നുണ്ട്. അപ്പോൾ എനിക്കിഷ്ടമുള്ള ജ്യൂസാണിത് കേട്ടോ, ഇളനീർ ജ്യൂസ്. അപ്പോൾ കുറച്ച് പുറത്തേക്ക് പോയി ഞാൻ ക്യാമറയിൽ നോക്കിങ്ങാണ്ട് എടുത്തതുകൊണ്ട്. അപ്പം ഇതാണ് കേട്ടോ ഇളനീർ ജ്യൂസ്. അപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇളനീർ ജ്യൂസ്. അപ്പോൾ ഇത്ര ഒന്നും വീഡിയോ. അപ്പോൾ ഓക്കെ.